ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉടുപ്പി പോവാണ്. അപ്പോൾ എന്താ ഉടുപ്പിയിൽ പോകണമെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചീൻ്റെ ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. സോ ഫാമിലിയായിട്ട് നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ അമ്മ അച്ഛനില്ല, ഞാൻ, ചേച്ചിയുടെ ഫാമിലി, നമ്മളെല്ലാവരും കൂടി പിള്ളേരും ഒക്കെ കൂടിയിട്ട് ഉടുപ്പി പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കാറിലാണ് പോയത്. ഷൊർണൂരിൽ നിന്നായിരുന്നു ട്രെയിന്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കാറിൽ ഞങ്ങൾ പുറപ്പെടുകയാണ് ഷൊർണൂർക്ക്. സ്റ്റേഷനെത്തി. പിന്നെ അടുത്ത പ്ലാറ്റ്ഫോം പോകാൻ 5ാമത്തെ പ്ലാറ്റ്ഫോം എന്തായിരുന്നു. അപ്പോൾ വേഗം അവിടെ പോയി നിന്നു. അപ്പോൾ അവർക്കായിരുന്നു ആദ്യത്തെ ട്രെയിൻ. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമായിരുന്നു ഞാൻ ട്രിപ്പിലേക്ക് വന്നത്. അതുകൊണ്ട് അവരുടെ പിന്നാലെ പോകുന്ന അടുത്ത ട്രെയിനിൽ ഞാൻ കയറിപ്പോയി. പിന്നെ കഴിക്കാൻ വീട്ടിൽ നിന്ന് അമ്മ നല്ല പൊട്ടാറ്റോ ഫ്രൈയും ലെമൺ റൈസും അതിൻ്റെ ഒപ്പം അടയും തന്നു വിട്ടുണ്ടായിരുന്നു. ലെമൺ റൈസും പൊട്ടാറ്റോ ഫ്രൈയും വയറ് നിറച്ച് കഴിച്ചിട്ട് നെക്സ്റ്റ് ഞാൻ അടയിലേക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അട അന്ന് നല്ലൊരു ടേസ്റ്റായിരുന്നു, പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു അന്ന്. എന്താണെന്നറിയില്ല, ട്രെയിനിലൊക്കെ കയറിയപ്പോൾ ഭയങ്കര വിശന്ന് തുടങ്ങി. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് പുറത്ത് പോയി പിന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. 7-8 മണിക്കൂറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തി, ഉടുപ്പി എത്തിയത് നല്ല മഴയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ എത്തി. ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പാണ് അവിടെ. അപ്പോൾ നല്ല രസമാണ് അവിടെ കാണാനും കാര്യങ്ങളൊക്കെ. 5-6 റൂമുണ്ട് ഉള്ളിൽ. അതിലൊരു വലിയ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എത്രനാൾ മുന്നേ അവർ ഓൾറെഡി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പനീർ ഫ്രൈഡ് റൈസ് ആയിരുന്നു അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു അടുക്കളയൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേരൊക്കെ കൂട്ടിയിട്ട് ഇരുന്നിട്ട് ബേബീസ് ഡേ ഔട്ട് സിനിമയിൽ പണ്ടത്തെ അതിരുന്ന് കണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. നാളെ 8:30ക്കാണ് നമുക്ക് ഇവിടുന്ന് പോകണ്ടേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടിവിയൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് നമ്മളിപ്പോൾ കിടന്നുറങ്ങും. ഓക്കെ, അപ്പോൾ ഇനി നാളെ ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, ബൈ. തൽക്കാലത്തേക്ക് ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതേ എല്ലാവരും റെഡിയായിട്ട് നമ്മളിപ്പോൾ പോവുക. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ അങ്ങടെ എൻഗേജ്മെൻറ്റ് സ്ഥലത്തേക്ക് പോകണേ. ഓക്കെ, എന്നാൽ രാത്രിയിലത്തെ വ്യൂ ആവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. രാവിലത്തെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് രാവിലെ. ഇതതിൻ്റെ സൈഡാട്ടോ, ഇതിൻ്റെ ഹെറിറ്റേജിൻ്റെ. ഇതാണ് ഫ്രണ്ട്. നമ്മുടെ കാർ ഇതാ ജസ്റ്റ് വന്നുള്ളൂ, കറക്റ്റ് വന്നിട്ടുണ്ട് ആ ചേട്ടൻ. രാവിലെ 8:30 വരാൻ പറഞ്ഞതാ. ഷാർപ്പ് 8:30. ഹായ്. കറക്റ്റ് 8:30 സമയത്ത്. വാട്ട് ടൈമിങ്. ഇതാണ് രാവിലത്തെ വ്യൂ. അടിപൊളിയല്ലേ? നല്ല പിള്ളേരൊക്കെ കയറി നല്ല സൂപ്പർ സാരിയൊക്കെ കൊടുത്തിട്ട് പോകേണ്ട ഒരാൾ. ഓക്കെ, അപ്പം നമുക്ക് കാറിൽ കയറാം. ബാക്കി പോണ വഴിക്ക് കാണിച്ചു തരാം. ഇവിടെ സ്വീറ്റാ തുടങ്ങല്ലേ. ഒരേ സ്വീറ്റില്ല. ശരി, സാമ്പാറും ചട്നിയൊക്കെ വെറുതെ കഴിക്കാം. അതാ അവിടെ നിന്ന് അറ്റാക്ക്. എൻഗേജ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇനി കുറച്ച് ചെറിയ എൻഗേജ്മെൻറ്റ് ക്ലിപ്സ് കാണിച്ചിട്ട്. വി ആർ ഫ്രം ദ ബോയ്സ് സൈഡ്. നമ്മൾ നേരത്തെ എത്തി ഗൈസ്. ആരും വന്നിട്ടില്ല. ലഞ്ച് ടൈം, സദ്യ കഴിക്കാം. കൈയൊക്കെ കഴുകി സെറ്റായി. ഇനി അവിടെ കുറച്ചും കൂടി ആൾക്കാർ പറ്റാം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ആർത്തിയാന്ന് വിചാരിക്കില്ലേ. ഓക്കെ ഫുഡ് വരട്ടെ. മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു വരും. എന്നിട്ട് ഒരു പീസ് ബജ്ജിയും തന്നു. ചാച്ചാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പോൾ കല്യാണ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ബൈ. ഇവിടുത്തെ മണ്ണത്തെ ഫേമസ് ബീച്ച് അത് മാൽപ്പേ ബീച്ച് ഇൻ ഉടുപ്പി. ദിസ് ഈസ് ദ അവസ്ഥ. പാലയിട്ടിരിക്കാം. കാണാണ്ട ഇങ്ങനെ ഒന്നുമില്ല. നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ അവിടെ നിന്ന് കാണിച്ചല്ലോ കേജ് ഇട്ടിട്ടുണ്ടെന്ന്. പക്ഷേ
ആകെ അലമ്പായിട്ടാണ് കിടക്കണേ. അങ്ങനെ ബീച്ച് അത്രേ ഉള്ളൂ. നമ്മൾ കൈറ്റ് പറത്തി എൻജോയ് ചെയ്തു ബീച്ചിൽ. ഡോണ്ട് കം ടു മാൽപേ ബീച്ച് ഉടുപ്പി ടിൽ സെപ്റ്റംബർ 15. ഓക്കെ, അതുവരയ്ക്കും ക്ലോസ്ഡ് ആവും ബീച്ച്. ഓക്കെ, അങ്ങനെ ബീച്ച് കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഹോട്ടൽ ഡയാനയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല ക്രിസ്പിയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കേൾക്കും അറിയില്ല, നല്ല ക്രിസ്പിയാണ്. ഗഡ്ബഡ്, ഇതാണ് ഗഡ്ബഡ്. ഹോർലിക്സ് ഈ ഭാഗം. വലിയ ഓവർ മധുരമല്ല, നല്ലൊരു നമുക്ക് കഴിക്കാൻ പറ്റണ പോലത്തെ ഒരു മധുരവും. എവിടെ പോയാലും ഒരു മടിയില്ലാണ്ട് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, മസാല ദോശ. മസാല ദോശ ഇഷ്ടമില്ലാത്ത ആരാളെ അല്ലേ? ഇവിടുന്ന് ഉണ്ടായെന്ന് അറിയോ നിങ്ങൾക്ക് ഈ മസാല ദോശ? എവിടെയാണ് എൻ്റെ ഒറിജിനൽ ബർത്ത് പ്ലേസ് എന്നറിയോ? അത് ഉടുപ്പിയിലാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഉടുപ്പിയിലാണ്. നമ്മളിന്ന് പോണത് മസാല ദോശ ഉണ്ടായ ഹോട്ടലിലേക്കാണ് നമ്മളിന്ന് പോണത്. ഓക്കെ, നമുക്ക് പോയിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ചുറ്റുവട്ടത്ത് മൊത്തം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സാണ്. ബട്ട് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ നാട്ടിലങ്ങനെ സാധാരണ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊന്നും അല്ല. ദി ഒറിജിൻ ഓഫ് മസാല ദോശ ഉണ്ടായ കടയിലേക്കാണ് നമ്മൾ പോണേ, മിത്ര സമാജ്. ഓക്കെ, ഫുൾ ഫാഷൻ കടയാണ്. ബിസ്കുട്ട് റൊട്ടി നൈസ്ലേ. അവിലും ഇങ്ങനെ മിക്സ് ആക്കുക. സൂപ്പർ ഫ്ലഫി ചട്നി ഡിപ്പ് ചെയ്താൽ വേറെ ഫ്രഷ് ക്രിസ്പി. കഴിച്ചു നോക്കാം. സം മസാല നമ്മളെ പോലെ നല്ല തിക്കായിട്ടുള്ളൊരു മാംഗോ ജ്യൂസ്. ഇതിൽ കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്തേക്കണത്. ഓക്കെ, കുടിച്ചു നോക്കാം. എനിക്കറിയാം ഈ കഴിഞ്ഞ ക്ലിപ്സ് എല്ലാം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നുണ്ടാവില്ല. ബിക്കോസ് ഇതിൻ്റെ എല്ലാം എലാബറേറ്റഡ് വെർഷൻ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടുണ്ട്. വുഡ്ലാൻഡ് റെസ്റ്റോറൻറ്റ്, മാൽപേ ബീച്ച്, മിത്ര സമാജ്, എ സൗത്ത് കാനറ മീൽ ആൻഡ് ഹോട്ടൽ ഡയാന. ഈ 5 വീഡിയോയും ഞാൻ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുണ്ട്. കാരണം ഈ 5 വീഡിയോ എല്ലാം കൂടിയിട്ട് ഇതിൽ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറാവും. സോ കാണാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് കാണാത്തവർ നേരെ ചാനലിലേക്ക് വിട്ടോ. എല്ലാ വീഡിയോസും സെപ്പറേറ്റ് ആയിട്ട് ഞാനവിടെ ഇട്ടുണ്ട്. അതുപോലെ തിരിച്ചു പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോയത്. കാരണം ഇത് വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടതിന് നിങ്ങൾക്കറിയാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ട്രെയിനിലാണ് വന്നത്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് ഒരേ ട്രെയിനിൽ കിട്ടി ഭാഗ്യത്തിന്. അങ്ങനെ ഞങ്ങൾ രാജധാനിയിലാണ് വന്നത്. സോ അതിലിങ്ങനെ കുറച്ച് പൊരി, പിന്നെ ഒരു കച്ചോടി, ടീ ബാഗ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് സ്നാക്സ് ടൈമിൽ കിട്ടിയ ഒരു രസം ഉണ്ടായിരുന്നില്ല. ആകെ കൂടി ആ പൊരി മാത്രം ഉണ്ടായിരുന്നു കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റണത്. ബാക്കിയൊന്നും ഒരു കാര്യമില്ലായിരുന്നു. ആ ബ്രെഡിൻ്റെ ഉള്ളൊക്കെ എന്താ വെച്ചേക്കണേന്ന് മനസ്സിലായിട്ടില്ല. ഞങ്ങളൊരു 8-9 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തി. പിറ്റേ ദിവസം നല്ല മഴയായിരുന്നു. കുട്ടികളൊക്കെ അതേ മഴ എൻജോയ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബാക്കി വീഡിയോസ് കാണാത്തവർ നേരെ ചാനലിലേക്ക് പോയിട്ട് എല്ലാ വീഡിയോസും കാണുക, അഭിപ്രായങ്ങൾ പറയുക. അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയും ടാറ്റ ആൻഡ് ബൈ.